വയനാടും ചേലക്കരയും അങ്ങനെ ജനവിധി തേടുകയാണ്. ജനങ്ങൾ വിധിക്കാനായി ഈ പോളിംഗ് ബൂത്തുകളിൽ നീണ്ട നിരയായി രാവിലെ മുതൽ തന്നെ അണിചേർന്നു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ചേലക്കരയിലാകട്ടെ 9 പഞ്ചായത്തുകളിലായി 180 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജനം മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പോൾ ചെയ്യാൻ പോകവേ പ്രതികരിക്കുകയുണ്ടായി. പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് തന്നെയാണ് ഈ 116ാമത്തെ ബൂത്തിൽ, പാമ്പാടി സ്കൂളിലെ 116ാമത്തെ ബൂത്തിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 5:30 തൊട്ട് തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അല്പസമയം മുമ്പാണ് ഇവിടെ വന്ന് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 6% വോട്ടുകളാണ് ഇപ്പോൾ ചേലക്കരയിൽ പോൾ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ തവണ ഏതാണ്ട് 77%-ലധികം വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്തിട്ടുള്ളത്. ആളുകളെല്ലാം നീണ്ട വരി തന്നെയുണ്ട്. എന്തായാലും ഒരു അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്ര നേരമായി വന്നിട്ട്? കുറച്ച് നേരമായി. എത്ര വർഷമായി വോട്ട് ചെയ്യുന്നു? എത്ര തവണ വോട്ട് ചെയ്തിട്ടുണ്ട്? ഓർമ്മയില്ല സാറേ, 57 വയസ്സായി. ഇത്തവണയും വോട്ട് ചെയ്യാൻ തന്നെ വന്നിട്ടുള്ളത്. എത്ര ബുദ്ധിമുട്ടിയാണ്? ഏതെങ്കിലും തവണ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും? ഇല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല, ചെയ്തില്ല. എന്താ ചെയ്യാൻ? പേര് വന്നില്ല. വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലേ? പറഞ്ഞ പോലെ തന്നെ നിരവധി ആളുകളാണ് അത്തരത്തിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരോ സമയം കഴിയുന്നതോറും വളരെ വലിയ തിരക്ക് തന്നെയാണ് പൊതുവെ ഈ അനുഭവപ്പെടുന്നത്. ഈ ബൂത്തുകളിൽ മാത്രമല്ല, ചേലക്കരയിൽ പൊതുവെ അത്തരത്തിലൊരു തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നുണ്ട്. 77%-ലധികമായിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന പോളിംഗ് ശതമാനം. ഇത്തവണ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളുള്ളത്. ഏതാണ്ട് 2,13,000-ലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത്. 80%-ലും പോളിംഗ് മുന്നണികൾ പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. 10,000-ലധികം വോട്ടുകളാണ് പുതുതായി ചേർത്തിട്ടുള്ള വോട്ടുകൾ. എന്തായാലും ചേലക്കര ആര് പിടിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് 23-ാം തീയതി വരെ കാത്തു നിൽക്കേണ്ടി വരുന്നെങ്കിലും പക്ഷേ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നു. 3 മുന്നണികളും ഒത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്നു. പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇടതുമണ്ഡലമാണ്. പക്ഷേ ക്രമാനുഗതമായിട്ട് ഇടതിന് വോട്ട് കുറയുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് BJPക്ക് ഉള്ളതായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്ര നേരമായി ചേട്ടാ ക്യൂവിൽ നിൽക്കുന്നു? ക്യൂവിൽ നിന്ന് തുടങ്ങിയിട്ട് എത്ര സമയം? ക്യൂവിൽ നിന്നിട്ട് ഒരു അരമണിക്കൂറാണ്. എത്രാമത്തെ വോട്ടാ അത്? എൻ്റെ ഒരു 38-40 ഒരു വോട്ടും അങ്ങനെ മിസ്സാക്കാറില്ല? ഇല്ല, ആകാറില്ല. ഇല്ല. തീർച്ചയായിട്ടും ആ തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൊതുവെ ചേലക്കര എന്ന് പറയുന്നത്. ഒരു സംവരണ മണ്ഡലമാണ്. സംവരണ വിഭാഗം കൃത്യമായിട്ടുള്ള സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ ഈ സംവരണ വിഭാഗങ്ങളിലെ പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം പ്രാധാന്യമാക്കുന്നതും. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പല വിഭാഗങ്ങൾക്കും ശൗചാലയമോ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത ഒരുപാട് വീടുകൾ ഇപ്പോഴും ഈ മണ്ഡലത്തിലുണ്ട്. ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ള തന്നെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വാഗ്ദാനം. എന്തായാലും 23-ാം തീയതി നമുക്കറിയാം ചേലക്കര ആര് പിടിക്കുമെന്ന്.